ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം. മംഗളസ്തുതിയിലെ രണ്ടാമത്തെയാണ്. ബുദ്ധിഹീന തനു ജാനികെ സുമിരൗം പവനകുമാര ബലബുദ്ധി വിദ്യാം ദേഹു മോഹിം ഹരഹു കലേശവികാര. ബുദ്ധിഹീനനും അവിവേകിയുമാണ് ഞാനെന്നറിയാം. അല്ലയോ പവനപുത്ര, ഞാൻ അങ്ങയെ സ്മരിക്കുന്നു. ബലവും ബുദ്ധിയും ജ്ഞാനവും നൽകി അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ ദുഃഖങ്ങളെയും മനോമാലിന്യങ്ങളെയും നിശേഷം നശിപ്പിച്ചാലും ഞാൻ ശരീരം മാത്രമാണെന്ന് ചിന്തിക്കുന്നതാണ് അജ്ഞാനം. ശരീരം ജഡമാണ്. ജീവനില്ലാത്തതിനാൽ അതിന് സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവുമില്ല. ഈ ജഡദേഹത്തെ ഭഗവാൻ ചൈതന്യവത്താക്കുകയും അതിൽ ഭഗവാന്റെ തേജസ് നിറയുകയും ചെയ്യുമ്പോഴാണ് അത് സജീവവും പ്രവർത്തനക്ഷമവും ആകുന്നത്. അതിനാൽ ഈ ശരീരത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഭഗവാനെ വിസ്മരിക്കുന്നവർ ബുദ്ധിഹീനന്മാരാണ്. ഗുരുവിനെ സേവിക്കുന്നതിലൂടെ മനസ്സ് ശുദ്ധീകരിക്കും. മനസ്സ് ശുദ്ധമായാൽ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും അപ്രത്യക്ഷമാകുകയും അജ്ഞാനം അകലുകയും ചെയ്യും. അങ്ങനെയാണ് തുളസീദാസ്ജി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്നാൽ നമ്മുടെ ആവലാതികളും ആഗ്രഹങ്ങളും എല്ലാം ഭഗവാന് സമർപ്പിക്കുകയാണെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന സമർപ്പണമാണ്. പരമകൃപാലുവായ ഈശ്വരൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ശക്തിക്ക് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ വഴി തുറന്നു കൊടുക്കുകയാണ്. ശരിയായ പ്രാർത്ഥനയുടെ 5 പടികളാണ് നമസ്കാരം, സ്മരണം, കീർത്തനം, യാചനം, അർപ്പണം. എല്ലാ അഹംഭാവങ്ങളും കൈയൊഴിഞ്ഞ് സ്വന്തം അറിവില്ലായ്മ തുറന്നു പറഞ്ഞുകൊണ്ട് ഈശ്വരന് മുന്നിൽ താഴ്മയോടെ നമസ്കരിക്കുക. വായുപുത്രനായ ഹനുമാനെ സദാ സ്മരിക്കുക. ഒരു പ്രതിഫലവും ആശിക്കാതെ വായുവിനെ പോലെ ചലിച്ചുകൊണ്ട് ക്ഷീണവും തളർച്ചയും ഒന്നും കൂടാതെ ഭഗവാന് വേണ്ടി സേവന നിരതനായിരിക്കുന്ന ഹനുമാനെ എപ്പോഴും ധ്യാനിക്കുക. ആ ഭഗവാന്റെ വൈഭവങ്ങളെ പ്രകീർത്തിക്കുക. ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടിയല്ലാതെ ബലം, ബുദ്ധി, ജ്ഞാനം എന്നീ യഥാർത്ഥ സ്വത്തുക്കൾക്കായി യാചിക്കുക ഭഗവാനോട്. കാമക്രോധ മോഹ ലോഭ നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളെയും ആ കാൽക്കൽ അടിയറവ് വയ്ക്കാം. ഈ വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി, ഉദാരത, വിവേകം, വിദ്യ എന്നീ സദ്ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അതുവഴി നമ്മുടെ അന്തരംഗം ശുദ്ധവും പ്രകാശപൂർണവുമായി തീരുന്നു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.